സീനിയർ സിറ്റിസനെ, അതായത് മുതിർന്ന പൗരന്മാരെ നിയമപ്രകാരം ആര് പരിപാലിക്കണം? ദ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്ട് പ്രകാരം മാതാപിതാക്കളെ പരിപാലിക്കേണ്ട ചുമതല മക്കൾ, അവരുടെ മക്കൾ എന്നിവർക്കാണ്. എന്നാൽ മക്കളില്ലാത്ത സീനിയർ സിറ്റിസനെ, അതായത് 60 വയസ്സ് കഴിഞ്ഞ വ്യക്തിയെ ആര് പരിപാലിക്കണം? ഈ നിയമത്തിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ബന്ധു പരിപാലിക്കണമെന്നാണ്. ബന്ധു എന്നാൽ മുതിർന്ന പൗരന്റെ സ്വത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നതോ അയാളുടെ മരണശേഷം പിന്തുടർച്ചാവകാശ പ്രകാരം സ്വത്ത് ലഭിക്കുന്നതോ ആയ നിയമാനുസൃത അവകാശി, അതായത് ലീഗൽ ഹയർ ആണ്. അപ്പോൾ ബന്ധു എന്നാൽ ലീഗൽ ഹയർ ആയിരിക്കണം, സീനിയർ സിറ്റിസന്റെ സ്വത്ത് കൈവശം വെച്ചിരിക്കണം, സീനിയർ സിറ്റിസന്റെ മരണശേഷം നിയമപ്രകാരം സ്വത്ത് ലഭിക്കണം. ഒരു സീനിയർ സിറ്റിസൺ സ്വത്ത് തന്റെ അനന്തരവന് ഗിഫ്റ്റ് ഡീഡ് പ്രകാരം നൽകി. അതനുസരിച്ച് സീനിയർ സിറ്റിസനെ പരിപാലിക്കേണ്ട ചുമതല അനന്തരവനാണല്ലോ. അനന്തരവൻ മരിച്ചു. അനന്തരവന്റെ സ്വത്തുക്കൾ ഭാര്യയ്ക്ക് ലഭിച്ചു. ഈ ഭാര്യയ്ക്ക് സീനിയർ സിറ്റിസനെ പരിപാലിക്കേണ്ട നിയമപരമായ ചുമതലയുണ്ടോ? ഇല്ല എന്നാണ് ഹൈക്കോടതി വിധി. കാരണം സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരം അനന്തരവന്റെ ഭാര്യ സീനിയർ സിറ്റിസന്റെ ലീഗൽ ഹയർ, അതായത് നിയമാനുസൃത അവകാശി അല്ല എന്നതാണ്. എന്നാൽ ഗിഫ്റ്റ് ഡീഡിലുള്ള വ്യവസ്ഥകൾ ലംഘിച്ചാൽ നിയമ നടപടി സ്വീകരിക്കാം. മക്കളില്ലാത്തവർ സ്വത്ത് ബന്ധുക്കൾക്ക് എഴുതി നൽകുമ്പോൾ ലഭിക്കുന്ന ആളോ അയാളുടെ അനന്തരാവകാശികളോ സ്വത്ത് കൈവശം വയ്ക്കുന്നവരാരോ തന്നെ പരിപാലിക്കണമെന്ന വ്യവസ്ഥ കൂടി എഴുതി ചേർക്കുന്നത് ഉചിതമായിരിക്കും. ഇവിടുത്തെ പ്രസക്തമായ കാര്യം, ഈ ബന്ധുവിന് സീനിയർ സിറ്റിസനെ പരിപാലിക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കണം.